സ്ത്രീകൾക്കെതിരായ ഇപ്പോൾ നമുക്ക് എന്താണ് വിധി പറഞ്ഞ ജഡ്ജിയെ വിമർശിക്കൽ ആണ് കോടതി ലക്ഷ്യമാവുക. വിധി പ്രസ്താവത്തെ പറ്റി ക്രിറ്റിസിസം, ഹെൽത്തി ക്രിറ്റിസിസം നടത്താം എന്നുള്ളതാണല്ലോ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ. ഇതിൽ പറയുകയാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യകതയും വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ല എന്ന് കോടതി കാണുന്നു എന്നാണ് പറയുന്നത്. ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിന്റെ ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യകത ഉള്ളതുകൊണ്ട് ഇവർക്ക് പരമാവധി ശിക്ഷ നൽകാൻ കഴിയില്ല എന്നൊക്കെ വിധി പ്രസ്താവത്തിൽ പറയുകയാണ്. മാത്രമല്ല അഡ്വക്കേറ്റ് അജയകുമാർ സാർ പറയുന്നത് ഇതൊരു പാസ്പോർട്ടാണ് എന്നാണ് പറയുന്നത്. നേരത്തെ വിജയകുമാർ പറയുന്നത് പോലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് രണ്ടുപേർ രാജിവെച്ചൊഴിഞ്ഞ പദവിയിലേക്ക് വന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോടതി വളപ്പിൽ നിന്ന് പറയാൻ കഴിയാവുന്ന പരമാവധി ഭാഷയുടെ മാന്യമായ ഭാഷ പാസ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്താണ് ഇപ്പം നാട് കടന്നു പോകുക എന്ന്, ഇപ്പം പാസ്പോർട്ടിന്റെ ആവശ്യം മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ലൈസൻസ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടുന്ന് മേൽക്കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ കോടതി വിധി അത് അത്രമാത്രമേ കണ്ടുള്ളൂ. അതിനുവേണ്ടിയായിരുന്നു കോടതി മുറിക്കുള്ളിലെ ഞങ്ങൾ വെന്ത് നീറിയത് എന്ന വാക്കാണ് പറയുന്നത്. അടുത്ത ടി ബി മിനി ചേരുന്നു. ടി ബി മിനി, ഈ പറയുന്ന പരമാവധി ശിക്ഷ പ്രതികൾക്ക് ഉറപ്പായും നൽകാമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയ പക്ഷം പൾസർ സുനിക്ക് നൽകാമായിരുന്നു. കാര്യം അയാൾ ചെയ്ത പണി അങ്ങേയറ്റം ഹീനമായ പണിയാണ്. അവർക്കും 20 വർഷം തടവ് എന്ന് ചുരുക്കുന്നതിലൂടെ കോടതി നൽകുന്ന സന്ദേശം എന്താണ്? അടുത്ത ടി വി മിനി. ഈ നമ്മുടെ സൗമ്യ കേസിൽ ഗോവിന്ദസ്വാമിക്ക് മരണം വരെ ജീവപര്യന്തമാണ്. അതെ, ഹലോ, കേൾക്കാം മിനി, പറഞ്ഞോ. അതിനേക്കാൾ ക്രൂരമായ ഒരു കാര്യമാണ് ഇക്കാര്യം. ഒരു തരത്തിലും അഡ്വക്കേറ്റ് ടി ബി മിനി പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയായിരുന്നു, താങ്കൾ യാത്രയിലാണെന്ന് അറിയുന്നു, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. അഡ്വക്കേറ്റ് അജയകുമാർ പറയുകയായിരുന്നു, ഞങ്ങൾ ഈ പോയ വർഷങ്ങളിൽ കോടതി മുറികളിൽ വെന്ത് നീറിയത് ഇവിടുന്ന് ഒരു പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പരമാവധി. അജയകുമാർ സാർ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളല്ല. അങ്ങേയറ്റം സമചിത്തത്തോടെ മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങൾ വെന്ത് നീറി എന്ന വാക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അഡ്വക്കേറ്റ് ടി ബി മിനി. എനിക്ക് പറയാനുണ്ട് ആശ്മി, വെന്ത് നീറുക തന്നെയായിരുന്നു. വെന്ത് നീറുക എന്ന് പറയുന്നത് മാത്രമാണോ? അതിനേക്കാൾ കുറച്ചും കൂടി കഠിനമായ വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. സാറ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അപമാന ഭാരത്താൽ ഞാൻ എന്റെ തല കുനിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സൗമ്യ കേസിൽ ഗോവിന്ദസ്വാമിക്ക് സുപ്രീം കോടതി കൊടുത്തത് മരണം വരെ ജീവപര്യന്തമാണ്. അതിനേക്കാൾ കൊടും ക്രൂരത ചെയ്ത ഈ പ്രതികൾക്ക് ഈ ശിക്ഷ കൊടുത്താൽ മതിയോ? 40 വർഷം പ്രായം കുറഞ്ഞു, അവരുടെ കുടുംബ പശ്ചാത്തലം പരിഗണിച്ചു, മാത്രമല്ല കുറ്റവാളികളോടും നീതി സന്തുലിതമായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. കുറ്റവാളിക്ക് എന്താണ് നീതി? അതിലൊന്നും ആർക്കും തർക്കമില്ല. കുറ്റവാളികളോട് എല്ലാവർക്കും നീതി കിട്ടണം. അതിജീവിതയ്ക്ക് നീതിയുടെ ആവശ്യമില്ല. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല അടുത്ത ടി ബി മിനി. ഇത്രത്തോളം ഹീനമായ ഒരു കൊടും കുറ്റവാളി എന്ന് പറഞ്ഞാൽ റേപ്പ് മാത്രമല്ല, റേപ്പ് ചിത്രീകരിച്ചു, സാഡിസ്റ്റിക് ആയിട്ട് പെരുമാറി, ചിത്രീകരിച്ച റേപ്പ് എവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുമോ എന്ന് ആദ്യപ്പെടുന്ന ജീവിത ലോകം മുഴുവൻ വിറ്റു എന്നല്ലേ അതിന്റെ അർത്ഥം. എന്നിട്ട് ഇതിലിപ്പോ കോടതി പറഞ്ഞതിനെ സംബന്ധിച്ച് കോടതികൾ വലിയ സംഭവങ്ങളാണ്. കോടതിക്കെതിരായിട്ട് നമുക്ക് സംസാരിക്കാൻ പാടില്ല. എനിക്ക് ജഡ്ജ്മെന്റിന്റെ കോപ്പി കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ പറയ്, ഇതില് സൗമ്യ കേസില് കൊലപാതകം കോടതി കണ്ടെത്തിയിട്ടില്ല. ആ കേസില് 376 മരണം വരെ ജീവപര്യന്തം കോടതി പറഞ്ഞത്. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചിട്ട് A8 വെറുതെ വിട്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് പൾസ് സുനിക്ക് വലിയ ശിക്ഷ കൊടുക്കാൻ കഴിയുക എന്ന ഒരു പരിഗണനയാണ് കോടതി ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് ടി വി. എന്തായാലും നിങ്ങൾ അപ്പീലിലേക്ക് പോകുമെന്നാണ് അഡ്വക്കേറ്റ് രാജകുമാർ സാറും വ്യക്തമാക്കിയത്. ഉറപ്പായും ഈ ശിക്ഷാവിധി ഇപ്പോൾ നേരത്തെ ശിക്ഷാവിധിയോട് ഇനിയാണ് വിധിപ്പകർപ്പ്. ഈ സമയത്തിനുള്ളിൽ ആ വിധിപ്പകർപ്പിന്റെ പൂർണ്ണഭാഗം അപ്ലോഡ് ചെയ്യും. ഇതെല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർമാർക്ക് ഉറപ്പായും ആ വിധിപ്പകർപ്പിന്റെ പൂർണ്ണഭാഗം കിട്ടും. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഇതിനപ്പുറമുള്ള ചോദ്യങ്ങൾ, ഈ പറഞ്ഞ 20 വർഷത്തെ കുറഞ്ഞ ശിക്ഷ എന്ന പ്രോസിക്യൂഷൻ നിരാശ എന്നല്ല പറയേണ്ടത്. സ്ത്രീ സുരക്ഷയെപ്പറ്റി ആഗ്രഹിക്കുന്ന ആരും, അല്ലെങ്കിൽ നടിയ പാതിരാത്രിയിൽ ആക്രമിക്കപ്പെട്ട ക്രൂരകൃത്യത്തിൽ മനസ്സ് വേദനിക്കുന്ന ആർക്കും അതിൽ നിരാശ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാര്യം
അത്രത്തോളം നീചമായിരുന്നു. അത്രത്തോളം നീചമാണെന്ന് മാത്രമല്ല, ജാമ്യത്തിൽ ഇറങ്ങിയ പൾസർ സുനി മോഡലിംഗ് നടത്തുകയും ആഡംബര കാറുകളിൽ കറങ്ങി നടക്കുകയും അത്രത്തോളം ആഡംബര ജീവിതം നയിക്കുകയും എന്തുമാകാം എന്ന രീതിയിൽ ആരുണ്ട് ചോദിക്കാൻ എന്ന ധാർഷ്ട്യത്തോടെ നടക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൊച്ചിയിലും കൊച്ചിയുടെ ചുറ്റുവട്ടപ്പുറത്ത് വെച്ച് കാണുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.